പോരാ, അവനൊന്നും ബലാത്സംഗം ചെയ്താൽ ശരിയാവില്ല, നീ തന്നെ വേണം മോനെ അത് ചെയ്യാൻ. വാട്ട് എ നോൺസെൻസ്! ഇങ്ങനെയൊക്കെ കാര്യം ഈ ഭൂമിയിൽ. അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ അർത്ഥം അവൾക്കൊപ്പമാണെന്നല്ല, ദിലീപിനെ തൂക്കിക്കൊള്ളണം എന്നാണ് അതിനർത്ഥം. ദിലീപിനെ തൂക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നടത്താൻ പറ്റുമോ? പറ്റില്ലല്ലോ. പൾസർ സുനിയോട് ചോദിച്ചാൽ ഈ സത്യം അറിയാം. പൾസർ സുനിയെ കൊണ്ട് സത്യം പറയിക്കാൻ കേരള പോലീസിനെ അറിഞ്ഞുകൂടാ? ഇല്ല. എന്താ നടത്താൻ? നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾക്ക് ദിലീപിനെ കുരുക്കണം. ടി.ജി. മോഹൻദാസ് ഒരു ദിലീപ് ഫാനാണ്. എന്തുകൊണ്ടാണ് ദിലീപിനെ ഇത്രയധികം ന്യായീകരിക്കുന്നത്? ഒരാൾ പോയിട്ട് മഞ്ജു വാര്യരോട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ, നിങ്ങളുടെ ഭർത്താവ് പിന്നെ ഏർപ്പാടൊക്കെ ഉണ്ട്. ഓൾറെഡി അടുത്ത മാസം പൊട്ടാനിരുന്ന ഒരു ചെറിയ ബോംബ് ഈ മാസം തന്നെ ഇവരിടപെട്ട് പൊട്ടിച്ചു. ആളുകൾക്ക് പലർക്കും കണക്ക് തീർക്കാനുണ്ട്. സിനിമാ രംഗത്ത് ദിലീപ് കാരണം എൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരാളുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു പേര് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ട് അങ്ങനെ ഒരു പേര് വരും. ദിലീപ് ഇന്നസെന്റ് ആണെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയുടെ വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ ടി.ജി. മോഹൻദാസ് ആണ്. നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പം ദിലീപ് കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കോടതി വിധി വന്നിട്ട് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. താങ്കളെ പോലുള്ള ഒരുപാട് പേര് ഈ വിധി തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഒരു വിധിയും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ മനസ്സിൽ ഒരു പ്രശ്നമേ ആയിരുന്നില്ല ദിലീപ് കേസിൽ എന്ത് വിധിയായിരിക്കും വരിക. വാസ്തവത്തിൽ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ഈ വിധി ആകാംക്ഷയോടെ കാത്തിരുന്നു ഒന്നുമല്ല. വിധി വന്നപ്പോൾ അതിൻ്റെ കൗതുകം കൊണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നു. എന്ന് വെച്ചാൽ പ്രശസ്തനായ ഒരു നടൻ, അതിപ്രശസ്തയായൊരു നടി, ഇവരൊക്കെ ചേർന്ന് ഒരു ക്രിമിനൽ കേസാകുമ്പോൾ അറിയാൻ ആൾക്കാർക്ക് ആകാംക്ഷയുണ്ടാകും. ആ ആകാംക്ഷയാണ് എനിക്കും ഉണ്ടായിരുന്നത്. അല്ലാതെ ഞാൻ ഈ വിധി ഇന്നതുപോലെ വരുള്ളൂ എന്നൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ ഇരുന്ന ആളൊന്നുമല്ല. ഭൂരിപക്ഷം പേരും അങ്ങനെ ആയിരുന്നുമില്ല. അത് വക്കീലന്മാരായാലും രാഷ്ട്രീയം നോക്കുന്നവരാണെങ്കിലും ഒന്നും ദിവസവും എങ്ങനെയാവും. ഇത് ആ കേസിൽപ്പെട്ടവർക്ക് ദിലീപിനടക്കം ഡെയിലി ഇതൊരു വേവലാതിയായിട്ട് മനസ്സിൽ എങ്ങനെ വരും വിധി എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. അത് ന്യായവുമാണ്, ഉണ്ടാവുകയും വേണം. അല്ലാതുള്ളവർക്ക് എന്താ? അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇന്ന വിധി വരണമെന്ന് ആഗ്രഹിക്കുകയോ ഇന്ന വിധി വരരുതെന്ന് ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തില്ല. 8-ാം തീയതി വിധി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ 8-ാം തീയതി വരുന്നു എന്ന് തോന്നി. പിന്നെ വിധി വന്നു, അത് കേട്ടു. ദിലീപിനെതിരെ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്ന് ഒരുപാട് വ്യക്തികൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്കളെപ്പോലുള്ള ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം? ഞാൻ ദിലീപിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറഞ്ഞില്ല. ബട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു, ദിലീപിനെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുന്നു. ഇത് ഞാൻ തുടക്കത്തിൽ, അന്ന് ദിലീപിൻ്റെ പേര് വന്നില്ല, പക്ഷേ പേര് വരുത്താൻ മീഡിയയിൽ ശ്രമമുണ്ടായി. ഏഷ്യാനെറ്റും മാതൃഭൂമിയും അന്ന് വാർത്ത കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു. വാർത്തയുടെ സ്ക്രീനിൻ്റെ ഹാഫ് സെക്ഷനിൽ ദിലീപിൻ്റെ സിനിമകളുടെ ചെറിയ ക്ലിപ്സ് ഓടിക്കൊണ്ടിരിക്കുന്നു. അതൊരു മിസ്ചീഫല്ലേ, തെമ്മാടിത്തരമല്ലേ? ഒന്നുകിൽ നിങ്ങൾ ദിലീപിൻ്റെ പേര് പറയണം, അല്ലെങ്കിൽ ദിലീപിൻ്റെ വിഷ്വൽസ് കാണിക്കാതിരിക്കണം. അപ്പോൾ കണ്ടാൽ കളി, കണ്ടില്ലെങ്കിൽ കാര്യം എന്നുള്ള മട്ടിലുള്ള ഈ ക്യാമ്പയിൻ ശരിയല്ല. ഞാൻ അവരുടെ പേരും പറയാം. ഏഷ്യാനെറ്റിൽ ഇത് ചെയ്തത് വിനു വി ജോണാണ്. മാതൃഭൂമിയിൽ ചെയ്തിരുന്നത് അന്ന് മാതൃഭൂമിയിലുണ്ടായിരുന്ന വേണു ബാലകൃഷ്ണൻ. ഈ 2 പേരോടും വ്യക്തിപരമായിട്ട് എനിക്ക് അന്ന് അടുപ്പമുണ്ടായിരുന്നു. പലവിധ കാരണങ്ങളാൽ പിന്നെ ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഫോൺ ചെയ്യാം, അവർക്ക് എന്നെ വിളിക്കാം. പേഴ്സണലല്ല ഇത്. ഒരു പ്രൊഫഷണൽ എത്തിക്സ് 2 പേരും കാണിച്ചില്ല. അവിടെ നിന്ന് പിന്നെ ഓരോ ചാനലായിട്ട് ദിലീപിനെ അങ്ങ് എടുത്തിട്ട് അലക്കുകയായിരുന്നു. എന്തുണ്ടായിട്ടാണ്? ഇവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു അന്ന് ഈ ബഹളമൊക്കെ നടത്താൻ? പിന്നെ ഈ ബഹളം നടത്തിപ്പോയി അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് വീണ്ടും ബഹളം ഇങ്ങനെ തുടർന്നു. ദിലീപിനെതിരെയുള്ള ഒരു നരേറ്റീവ്. അപ്പോൾ അതിന് അവിടെ ഇവിടെയൊക്കെ ചില്ലറ സാധനങ്ങളുമൊക്കെ കിട്ടി. പൾസർ സുനി എഴുതി എന്ന് പറയപ്പെടുന്ന കത്ത്, ദിലീപ് പോലീസിൽ പരാതിപ്പെട്ടില്ല, അതുകൊണ്ട് ദിലീപ് കുറ്റക്കാരനാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരാൾ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് വെച്ചോ, അയാൾക്കൊരു പ്രയാസം ഉണ്ടായി, പക്ഷേ അയാൾ പരാതിക്കൊന്നും പോയില്ല, അതുകൊണ്ട് അയാൾ കുറ്റക്കാരനാകുന്നെങ്ങനെ?
ഇപ്പം ദിലീപിനെതിരെ അന്ന് പറഞ്ഞു കേട്ടത്, ദിലീപ് പൾസർ സുനി ഇങ്ങനെ കത്തയച്ചു എന്ന് ദിലീപ് അറിഞ്ഞു. അറിഞ്ഞ സ്ഥിതിക്ക് അത് പോലീസിൽ പറയണ്ടേ? എന്തിനു പറയണം? അയാളുടെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല, പിന്നെ അയാൾ എന്തിനാ പോലീസിനോട് പറയും? കിട്ടി, ഇൻഡയറക്റ്റ്ലി എങ്കിലും കിട്ടിക്കഴിഞ്ഞപ്പോൾ ദിലീപ് പരിഭ്രമിച്ചിട്ട് അന്ന് DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയോട് തന്നെ പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, എൻ്റെ പേര് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു, രക്ഷിക്കണം, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത് കൂടെ ഒരു മനുഷ്യൻ എന്താ ചെയ്യുക? എൻ്റെ പേര് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഒരാൾ TG മോഹൻദാസിൻ്റെ പേര് പറയുന്നു, അങ്ങേര് കാരണം ഞാൻ ജയിലിലായി, ഞാനല്ല കൊലപാതകം ചെയ്തത്, മോഹൻദാസാണ് ചെയ്തതെന്ന് അയാൾ പറയുന്നു. ഇത് ഞാൻ അറിയുന്നില്ല. 1-2 പേര് ഫോണിൽ പറയുന്നു, ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തലത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇത് വല്ലാതെ എനിക്ക് നേരെ വരുന്നു എന്ന് കാണുമ്പോഴാണ് ഞാൻ പോലീസിൽ എനിക്കറിയാവുന്ന ആരോടെങ്കിലും, സാർ ഇത് എൻ്റെ പേര് വരുന്നു ഈ കൊലപാതക കേസിൽ, ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്ന അപ്പോഴാണ്. ദിലീപ് ഇന്നസെൻ്റ് ആണെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. ദിലീപ് ഒരു കാര്യവും പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന റിയാക്ഷൻസ് ഒക്കെ ഇയാളും ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു പേര് ഇപ്പൊ ഒരാളുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു പേര് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ട് അങ്ങനെ ഒരു പേര് വരുമോ? ഉണ്ടാവാം, അത് അയാൾക്കല്ലേ അറിയൂ. ഡൈന നോക്കൂ, ഈ കേസിൽ പൾസർ സുനിയാണ് ബലാത്സംഗം ചെയ്ത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കോടതിക്കും അത് ബോധ്യപ്പെട്ടു. കൂട്ടബലാത്സംഗമായിരുന്നു, പൾസർ സുനി മാത്രമല്ല ബാക്കിയുള്ളവരും ഉണ്ടായിരുന്നു. ഇത് ഒരു കൊട്ടേഷൻ ബലാത്സംഗം ആണെങ്കിൽ ആരാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നറിയാവുന്ന, ഏറ്റവും പ്രൈം ആയിട്ട് അറിയാവുന്ന ആൾ പൾസർ സുനിയാണ്, ഇല്ലേ? പൾസർ സുനിയോട് ചോദിച്ചാൽ ഈ സത്യം അറിയാം. പൾസർ സുനിയെ കൊണ്ട് സത്യം പറയിക്കാൻ കേരള പോലീസിനെ അറിഞ്ഞുകൂടാ? എന്തുകൊണ്ട് പൾസർ സുനിയുടെ ഒരു ഇതുണ്ടല്ലോ, നാർക്കോ അനാലിസിസ്, സത്യം എന്താണെന്ന് അറിയാനുള്ള ഇൻവെസ്റ്റിഗേഷൻ, അത് തെളിവൊന്നുമല്ല. ഇൻവെസ്റ്റിഗേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്രെയിൻ മാപ്പിങ്ങും നാർക്കോ അനാലിസിസും. ഇത് നടത്തിയോ പൾസർ സുനിയുടെ? ഇല്ല. എന്താ നടത്താഞ്ഞ്? നിങ്ങൾക്കത് വേണ്ട. നിങ്ങൾക്ക് ദിലീപിനെ കുരുക്കണം, ഇത്രയേ ഉള്ളൂ. അതിനുള്ള തെളിവ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ദിലീപിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നു, എന്നിട്ട് തെളിവ് അന്വേഷിക്കുന്നു. ഇതെന്തൊരു കാലം! പോലീസിന് അധികാരമുണ്ട് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇത്രയും വിവാദമായ അറസ്റ്റ് ആകുമ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുകയില്ല, അതും പോലീസിനറിയാം. ഇപ്പൊ ഈ ഒരു കേസിൽ ഇപ്പൊ പൾസർ സുനി അറസ്റ്റിലായ ശേഷം തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന പേര് ദിലീപിന്റെ തന്നെയാണ്, മറ്റൊരു പേരും കേൾക്കുന്നില്ല. അപ്പം എന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിലീപിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ട് ഇങ്ങനെ ഒരു പേര് എന്തുകൊണ്ടായിരിക്കും എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ പറയാൻ പറ്റും അത്? ഞാൻ ഈ പറഞ്ഞ ഈ കൊലപാതക കേസിൽ എൻ്റെ പേര് വരുന്നു. ഡയന എന്നോട് ചോദിക്കുകയാണ്, അല്ല മോഹൻദാസിൻ്റെ അല്ലാതെ വേറെ ആരുടെയും പേര് കേൾക്കുന്നില്ലല്ലോ, അതുകൊണ്ട് മോഹൻദാസ് കൊലപാതകം ചെയ്തു. ഇതെന്തൊരു എനിക്ക് മനസ്സിലാവണില്ല. എൻ്റേതല്ലാത്ത ഒരു പേര് എൻ്റെ പേര് വന്നത് എന്തുകൊണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ എൻ്റേതല്ലാത്തൊരു പേര് വരാതെ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ദിലീപ് അതിന് കുറ്റക്കാരനാവുന്നത്. എന്തുകൊണ്ട് മോഹൻലാലിൻ്റെ പേര് വന്നില്ല? എന്താ മമ്മൂട്ടിയുടെ പേര്? എന്താ ദിലീപിൻ്റെ മാത്രം വന്ന്? ഇത് പറയേണ്ടത് പൾസർ സുനിയല്ലേ? പൾസർ സുനിയും അയാളുടെ കൂട്ടാളി, അവർക്കറിയില്ല, അവരല്ലേ കൊട്ടേഷൻ എടുത്തു എന്ന് പറയുന്നത്. കൊട്ടേഷനാണോ എന്ത് കുന്താണോ എന്ന് എനിക്കറിയില്ല. ഈ മഹാപാപം ചെയ്യാൻ ആരെങ്കിലും അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാമല്ലോ ഇതാരാ ചുമതലപ്പെടുത്തിയതെന്ന്. എന്തുകൊണ്ട് അവരുടെ നുണ പരിശോധന നടന്നില്ല? നുണ പരിശോധനയ്ക്ക് അവരുടെ സമ്മതം വേണം. പൾസർ സുനിക്ക് ഈ സിറം കുത്തിവെച്ചിട്ടാണല്ലേ ഇത് ചെയ്യുന്നത്. അപ്പോൾ പ്രതിയുടെ സമ്മതം വേണം. ഈ സമ്മതത്തിന് ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണം പോലീസ് കോടതിയിൽ. കോടതി ഇയാളെ വിളിച്ച് ചോദിക്കും, തനിക്കിത് സമ്മതമാണോ എന്ന് ചോദിക്കും. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഇവരൊരു ആപ്ലിക്കേഷനെങ്കിലും മൂവ് ചെയ്തോ പോലീസുകാർ? ഞാൻ കേട്ടിട്ടില്ല. ബ്രെയിൻ മാപ്പിംഗ് ഇല്ല. ഈ നാട്ടിൽ ശാസ്ത്രീയമായിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട്. പഴയ മറ്റേ ഇടിയെന്ന അറവിളെ പോലെ ലോക്കബിലിറ്റി ഇടിച്ചൊന്നുമല്ല ഇപ്പോൾ സത്യം തെളിയിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ തൊടാതെ സത്യം കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ്റലിജൻസ് എങ്ങനെയാണ് CBI കേട്ടിട്ടുണ്ടോ? CBI ഇന്ന് വരെ ഒരാളെ തല്ലിയെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അവർ കേസ് തെളിയിക്കും. തല്ലാതെ കേസ് തെളിയിക്കാം. എന്തുകൊണ്ട് പൾസർ സുനിയുടെ വായിൽ നിന്ന് ഈ സത്യം പുറത്തു വന്നില്ല? ഇനി വന്നോന്നും അറിയില്ല. കാരണം ജഡ്ജ്മെൻ്റ് ഇല്ല.
ഒരു മനുഷ്യൻ്റെ കയ്യിൽ ജഡ്ജ്മെൻറ്റിൽ ഇങ്ങനെ ആകാശത്തിലെ ചർച്ച ഞാൻ കണ്ടിട്ടില്ല. അർത്ഥശൂന്യമായൊരു ചർച്ചയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാരണം ഒരു ചർച്ച നടത്തി ഒരാളിനെ വീണ്ടും കളങ്കിതനാക്കാനുള്ള ശ്രമം, അത് ഒരു ശരിയല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ശബ്ദം എത്തുന്നിടത്തോളം എത്തട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ജഡ്ജ്മെൻറ്റ് വരാതെ ഒരു കാര്യത്തിൽ ഞാൻ സംസാരിക്കാറുള്ളൂ, ജഡ്ജ്മെൻറ്റ് കയ്യിൽ വെച്ചേ സംസാരിക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ അതല്ല. ജഡ്ജ്മെൻ്റ് ഇല്ല എന്നുള്ള ഒറ്റ അഡ്വാൻറ്റേജ് എടുത്തിട്ട് ദിലീപിനെ വീണ്ടും കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്നു. 12-ാം തീയതി മറ്റോ ജഡ്ജ്മെൻറ്റ് വരുമല്ലോ, 12, 13 അല്ലെങ്കിൽ 14. പറ്റില്ല, ഇന്ന് തന്നെ ദിലീപിനെ അങ്ങ് തൂക്കിക്കൊല്ലണം. എന്തൊരു വാശിയാണിത്! എന്ത് മെറ്റീരിയൽ ഉണ്ടായിട്ടാണ് പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുക? അതൊരു നല്ല കാര്യമല്ല. ടി ജി മോഹൻദാസ് ഒരു ദിലീപ് ഫാനാണോ? എന്തുകൊണ്ടാണ് ദിലീപിനെ ഇത്രയധികം ന്യായീകരിക്കുന്നത്? ഞാൻ ദിലീപിൻ്റെ 2-3 സിനിമ, ഒന്നാമത് ദിലീപൊക്കെ പ്രോമിനൻസിൽ വരുമ്പോൾ ഞാൻ സിനിമ കാണുന്ന ആ ഒരു താല്പര്യത്തിൽ നിന്ന് മാറിയിരുന്നു. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പോകെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഭ്രാന്ത് പിടിച്ച പോലെ റിലീസ് ചെയ്യുന്ന സിനിമ അപ്പം തന്നെ ആദ്യത്തെ ഷോ കാണണം എന്നൊക്കെ പറഞ്ഞ് കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അന്ന് ഈ പ്രേം നസീർ, മധു, ജയഭാരതി, ഷീലയൊക്കെ അഭിനയിക്കുന്ന കാലം. ആ കാലം കഴിഞ്ഞു. പിന്നെ ഞാൻ ജോലിയായി. അങ്ങനെ തെണ്ടിത്തിരി എനിക്കിതിലുള്ള താല്പര്യം അങ്ങ് കുറഞ്ഞു. ഇപ്പോൾ ദിലീപ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ദിലീപിൻ്റെ, എനിക്ക് തോന്നുന്നു മീശ മാധവൻ, അങ്ങനെ 1-2 സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ദിലീപ് ഫാനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരാളുടെയും ഫാനല്ല. ഇപ്പോൾ ഞാൻ പണ്ട് ആയിരുന്നു, പ്രേം നസീർ ഫാനായിരുന്നു ഞാൻ 10-50 വർഷം മുമ്പ്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഫാൻ എന്നുള്ളതല്ല, ഒരാളിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, അന്യായമായിട്ട് ആക്രമിക്കുന്നത് എനിക്ക് എപ്പോഴും പ്രതിഷേധം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്പർ 2, ജുഡീഷ്യറിയെ ആക്രമിക്കുന്നത്. കോടതി വിധികളെ ഭയങ്കരമായിട്ട് ഞാൻ വിമർശിക്കാറുണ്ട്, ജഡ്ജിമാരെയും വിമർശിക്കാറുണ്ട്, സുപ്രീം കോടതി ജഡ്ജിമാരെ വിമർശിക്കാറുണ്ട്. പക്ഷേ അതിനെല്ലാം ഒരു മര്യാദയും ലിമിറ്റും ഒക്കെ വേണം. കോർട്ട് ലക്ഷ്യം ഭയന്നിട്ടല്ല ഞാനീ പറയുന്നത്. കോർട്ട് ലക്ഷ്യം ഇവഞ്ച്വലി ഏതിൽ വേണമെങ്കിലും കോർട്ട് ലക്ഷ്യമൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് അത് വിടുക, അതൊരു നിയമപ്രശ്നമാണ്. ബട്ട് കോർട്ട് ലക്ഷ്യമല്ലാതെ നമ്മൾ പൊതുരംഗത്ത് പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അതില്ലാതെയുള്ള അറ്റാക്ക് ജുഡീഷ്യറിക്ക് നേരെ നടക്കുന്നു. ഞാൻ ഒരു കേസൊന്നുമില്ലെങ്കിലും ഒരു വക്കീലാണ്. വല്ലപ്പോഴും ഹൈക്കോടതിയിലേക്ക് കയറി നടക്കും. ഞാനും വക്കീലാണ് എന്ന് കാണിക്കുക. കേസൊന്നുമില്ല, ഞാൻ കേസ് എടുക്കാറുമില്ല, ഫൈറ്റ് ചെയ്യാറുമില്ല. അതിൻ്റെ ആ ഏജ് കഴിഞ്ഞു എനിക്ക്. എൻ്റെ പ്രൊഫഷൻ ആയിട്ട് അത് എടുക്കാനും പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു അഡ്വക്കേറ്റാണ്. എനിക്ക് ആ ഒരു പ്രത്യേക റിഗാർഡ്സ് ജുഡീഷ്യറിയോടുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ ഒരു ഭയഭക്തി ബഹുമാനത്തോടെയാണ് ജുഡീഷ്യറിയെ കാണുന്നത്. എനിക്ക് ഭയമൊന്നുമില്ലെങ്കിലും റെസ്പെക്റ്റ് ഉണ്ട് ജുഡീഷ്യറിയോട്. ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അരാജകത്വം വരും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഹണി എം വർഗീസ് എന്ന സെഷൻസ് ജഡ്ജ് അവരുടെ ജഡ്ജ്മെൻറ്റ് തെറ്റാണെന്ന് തന്നെ വെച്ചു. പക്ഷേ നിങ്ങൾ അവരെ അപമാനിച്ചുകൂടാ. നിങ്ങൾക്ക് നമ്മളുടെ നിയമ സംവിധാനത്തിൽ എങ്ങനെ സെഷൻസ് ജഡ്ജിൻ്റെ ജഡ്ജ്മെൻറ്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, നമ്മൾ അപ്പീൽ പോവുക, അതേ മാർഗമുള്ളൂ. എല്ലാവരും സാധാരണ ഒരു കേസിൽ കണ്ടിട്ടുണ്ട്, എല്ലാവരുടെയും റിയാക്ഷൻ കോടതി വിധി ഞാൻ മാനിക്കുന്നു, പക്ഷേ ഈ കോടതി വിധി ശരിയല്ല എന്ന് ഞാൻ കരുതുന്നു, അതുകൊണ്ട് ഞാൻ അപ്പീൽ പോകും, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ജഡ്ജിക്ക് തലയ്ക്ക് വെളിവില്ല, തല്ലിപ്പൊളിയാണ്, കള്ളമഴ, ഇത് ശരി, ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ്, ഒന്ന് ദിലീപിനെ വളഞ്ഞിട്ട് തല്ലുന്നതുകൊണ്ടും വേറൊന്ന് ജുഡീഷ്യറിയെ അപമാനിക്കുന്നതുകൊണ്ടുമാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. ഇപ്പം ഒരു ബലാത്സംഗ കേസ് എന്ന് പറയുന്നത് ഈ ഒരു കേസ് മാത്രമല്ല, ഒരുപാട് കേസുകൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ദിലീപിന്റെ കേസ് മാത്രം വരുമ്പോൾ ഇത്രയധികം ദിലീപിനെ ന്യായീകരിച്ച് ഒരുപാട് പേര് രംഗത്ത് വരുന്നത്? എന്തുകൊണ്ടാണ്? അതെ, സ്വാഭാവികമല്ലേ. ഈ വെൽ നോൺ പേഴ്സണാലിറ്റീസ് ഇൻവോൾവായ കേസാകുമ്പോൾ ഒരുപാട് പേര് ചർച്ച ചെയ്യും. ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത സിനിമാ നടി പിന്നെ ദിലീപ്, ഈ 2 പേരും പ്രശസ്തരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകും, ചർച്ച ചെയ്യും. മറ്റ് കേസുകളിൽ ശരിയാണ്, ഇതിലും മോശപ്പെട്ട റേപ്പ് കേസും സംഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. ബട്ട് അവർ അറിയപ്പെടുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് അത് വലിയ വാർത്തയാവില്ല. ഒരു ചെറിയ വാർത്തയായിട്ട് ടി വിയിലോ പത്രത്തിലോ എവിടെയെങ്കിലും വന്നിട്ട് അത് പോകും. അപ്പോൾ ഈ പേഴ്സണാലിറ്റീസ്, സെലിബ്രിറ്റീസ് ഇൻവോൾവായ കേസായതുകൊണ്ടാണ് ഇതിനെ ചൊല്ലി ഇത്ര ബഹളം നടക്കുന്നത്. പിന്നെ
ആളുകൾക്ക് പലർക്കും കണക്ക് തീർക്കാനുണ്ട്. സിനിമാ രംഗത്ത് ദിലീപ് കാരണം എൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നവർ, ഒരുപക്ഷെ ദിലീപ് നഷ്ടപ്പെടുത്തിയതും ആകാം. കരിയറിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. ഒരാൾക്ക് ഒന്ന് തള്ളി മാറ്റിയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളത് മറക്കും, പക്ഷേ ഈ തള്ളു കൊണ്ടവനത് മറക്കില്ല. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ദിലീപ് എന്നെ തള്ളി. അപ്പോഴാണ് ദിലീപ് ഇങ്ങനൊരു മേജർ കോൺട്രവേഴ്സിയിൽ പെടുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ എന്തു ചെയ്യും? ഇത് തന്നെ തക്കം എന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ കയ്യിൽ ഒരു മെറ്റീരിയലും ഇല്ലെങ്കിലും ദിലീപ് മഹാകള്ളനാണ് അതാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. ഇതെല്ലാം സംഭവിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ. ഈ താല്പര്യങ്ങളെല്ലാം ചേർന്നാണ് ദിലീപ് ഇങ്ങനെ കുഴപ്പത്തിലായിരിക്കുന്നത്. ദിലീപ് എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പൊ കിരീടമില്ലാത്ത രാജാവ് എന്ന് തന്നെ പറയാം. അങ്ങനെ നിന്നൊരു വ്യക്തിയാണ്. ഇപ്പം TG നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ടിക്കറ്റ് വേണമെങ്കിൽ ദിലീപിനോട് ചോദിക്കണം, ദിലീപ് റെഡിയാക്കി കൊടുക്കും. അങ്ങനെ ഒരു നിന്നെടുത്ത് നിന്ന് ദിലീപിന് ഇങ്ങനെ ഒരു വൈരാഗ്യം ഒരു സ്ത്രീയോട് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു നടിയോട് തോന്നുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്. അതിൻ്റെ പ്രൊപ്പോർഷൻ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാൾ എന്നെ ഉപദ്രവിച്ചു, അയാളോട് പ്രതികാരം ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമാണ്. ഇക്കാര്യത്തിൽ സംഭവിച്ചത് എന്താ? ദിലീപ് കാവ്യ ബന്ധം ത്തിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അങ്ങനൊരു ബന്ധമുണ്ട് എന്ന് മഞ്ജു വാര്യരോട് ഈ നടി പറഞ്ഞു കൊടുത്തു. ഒരു പരദൂഷണം, ഒരു കുശുമ്പ് വർത്തമാനം. ശരി, അത് പറഞ്ഞു. ഓൾറെഡി ഇവർ തമ്മിൽ പിരിഞ്ഞതാണല്ലോ. മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ പിരിഞ്ഞു. കാവ്യ മാധവനെ കല്യാണവും കഴിച്ചു. അതിന് ശേഷം, അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരാൾ പോയിട്ട് മഞ്ജു വാര്യരോട് പറയുന്നു, ഏയ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ, നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ ഏർപ്പാടൊക്കെ ഉണ്ട്. അവർ ചൂടായി, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമായി. സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നത് എന്താ? ഈ സ്ത്രീയെ വിളിച്ചിട്ട് 4 ചീത്ത, നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? എൻ്റെ ഭാര്യയോട് വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുക്കും. ഉള്ളതല്ലേ ഞാൻ പറഞ്ഞു, എന്താ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹളം നടക്കും. സിനിമാക്കാരാണല്ലോ, മിക്കവാറും ഒക്കെ കാണുന്നവരാണ്. അല്ലെങ്കിൽ ദിലീപ് 3-4 പേരോട് പറയും, ആ സ്ത്രീ വേണ്ട അതിനെയൊക്കെ കാണിച്ച് എന്തൊരു മോശമാണെന്നൊക്കെ പറയും. ഇതിൽ കവിഞ്ഞിട്ട് എന്ത് കേസാണ് അതിലുള്ളത്? ഓൾറെഡി പിരിയാനിരുന്നൊരു ബന്ധം, ഓൾറെഡി അടുത്ത മാസം പൊട്ടാനിരുന്ന ഒരു ചെറിയ ബോംബ് ഈ മാസം തന്നെ ഇവരിടപെട്ട് പൊട്ടിച്ചു. ഇതാണ് ഇത്ര വലിയ കാര്യം. അതിൻ്റെ പേരിൽ ദിലീപ് അവരെ കയ്യേറ്റം ചെയ്താൽ മനസ്സിലാക്കാം. അങ്ങനെയല്ല. ദിലീപ് പൾസർ സുനിയെ വിളിച്ചിട്ട് 3 വർഷമാണ് കേട്ടോ പ്ലാനിങ്. ഇവരുടെ കഥയിൽ 3 വർഷം പൾസർ സുനിയുമായിട്ട് നിരന്തരം ഗൂഢാലോചന നടത്തുന്നു. ബലാത്സംഗം ചെയ്യണം, അത് ഞാൻ തന്നെ വേണോ ചേട്ടാ? അല്ല, നീ ബലാത്സംഗം ചെയ്താലേ ആകുള്ളൂ, വേറെ ആർക്കും ബലാത്സംഗം ചെയ്യാൻ അറിയില്ല. അല്ല, വേറെ മിടുക്കുമ്പോൾ എന്നെക്കാൾ മിടുക്കന്മാരുണ്ട്. ആരുണ്ട്? അല്ല, ഇന്നയാൾ. പോരാ, അവനൊന്നും ബലാത്സംഗം ചെയ്താൽ ശരിയാവില്ല, നീ തന്നെ വേണം മോനെ അത് ചെയ്യാൻ. വാട്ട് എ നോൺസെൻസ്! ഇങ്ങനെയൊക്കെ കാര്യം ഈ ഭൂമിയിൽ. എന്നിട്ട് പറയുന്നു, ശരി ബലാത്സംഗം ചെയ്താൽ പോരാ, ആ വീഡിയോ എടുത്ത് എന്നെ കാണിക്കണം. എന്തിനു? മോക്ഷത്തിനാണ്. ഈ പ്രതികാരം എന്ന് പറയുന്നത് എവിടെയാണ് ആ പ്രതികാരം ക്ലോസ് ചെയ്യുന്നത്? ഈ സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടു, അതിൻ്റെ വീഡിയോ ദിലീപിന് കിട്ടി. കൊള്ളാം, ഇച്ചിരി കൂടെ വേണമായിരുന്നു, ബലം പോരാ. സംഘമായിട്ടുണ്ട്, പക്ഷെ ബലം. വാട്ട് എ നോൺസെൻസ്! ഇതൊക്കെ ഈ കഥ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ വേണം തല്ലാൻ. ഇങ്ങനെയാണ് ഒരാൾ പ്രതികാരം ചെയ്യുന്ന ഒരു കാര്യത്തിനല്ലേ പ്രതികാരം ചെയ്യുന്നത്? എന്ത് കിട്ടാനാണ് ഇയാൾ? എന്ത് മോക്ഷത്തിനാണ് ഈ പ്രതികാരം? ഈ വീഡിയോ കാണാനോ? ഇതിൽ നല്ല വീഡിയോ ഇൻ്റർനെറ്റിൽ കിടപ്പുണ്ടല്ലോ, പെയ്ഡും അല്ലാത്തതും. അത് കണ്ടാൽ പോരെ? ഇനി ഈ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുന്നത് കണ്ട് തൃപ്തി അടയാൻ, എന്ത് തൃപ്തി അടയാൻ? ഒരു കുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുന്നത് കണ്ട് തൃപ്തി അടയാൻ, ബലാത്സംഗം ചെയ്തു എന്ന് അറിഞ്ഞാൽ മതിയല്ലോ. വീഡിയോ കണ്ട് തൃപ്തി അടയാൻ എന്താ? അതൊന്നും ഈ ഒരു ടെനബിൾ ആർഗ്യുമെൻ്റ് അല്ല, സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കുന്നതല്ല. നിങ്ങൾ എത്ര കണ്ടൊരു മനുഷ്യനെ ഹീനനായിട്ട് ചിത്രീകരിക്കും? അത് മാത്രമല്ല, ഈ വീഡിയോ കൊണ്ടുവന്നിട്ട് അത് ഭാര്യ കാവ്യമാധവനെ കാണിക്കാൻ നോക്ക്. കാവ്യമാധവൻ എന്താ ബലാത്സംഗം കണ്ട് ആസ്വദിക്കുന്ന സ്ത്രീയാണോ? നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് ചില വ്യക്തികളെ പറ്റി നിങ്ങൾക്ക് എന്തും പറയാമെന്നുള്ള സ്ഥിതിയായോ? എന്നിട്ട് അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ അർത്ഥം അവൾക്കൊപ്പമാണെന്നല്ല, ദിലീപിനെ തൂക്കിക്കൊല്ലണം എന്നാണ് അതിനർത്ഥം. ദിലീപിനെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നടത്താൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൾക്കൊപ്പം എന്ന് പറയും. അവൾക്കൊപ്പം എന്ന് പറയുന്ന ആളുകളെല്ലാം തന്നെ അവൾക്കൊപ്പമല്ല, അവർ ദിലീപിനെതിരാണ്. ദിലീപിൻ്റെ കുറ്റമല്ലേ അവർ പറയുന്നത്, അല്ലാതെ അവളോടുള്ള സ്നേഹമല്ലല്ലോ. അവളാണെങ്കിൽ വാ തുറന്നിട്ടുമില്ല. ഇത് തുറക്കാത്തത് കുറ്റമൊന്നുമല്ല.
എന്തിന് പറയണം? ജഡ്ജ്മെൻറ്റോട്ട് വന്നിട്ടുമില്ല. ഇനി ജഡ്ജ്മെൻറ്റ് വന്നാലത്തെ സ്ഥിതി എന്തായിരിക്കും? ജഡ്ജ്മെൻറ്റ് വരുന്നതിന് മുമ്പേ പ്രീ ജഡ്ജ് ചെയ്ത് ഇത് ഇല്ലാതെയാക്കുക എന്നുള്ള അജണ്ടയിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.